നമസ്കാരം, നുറുങ്ങ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അയില എണ്ണ എടുത്തേക്കണം. അയില നന്നാക്കി വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്, നുറുക്കി കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിന്ന് മാങ്ങയും അയിലയും കൂടി തേങ്ങ അരച്ച് ഒരു നാടൻ സ്റ്റൈലിലുള്ള കറി വയ്ക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: മാങ്ങ, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി ഇവ അരിഞ്ഞു വെച്ചത്, മീൻ, അയില, അതിൽ ചേർക്കാനായിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല, ശകലം മല്ലിപ്പൊടിയും ചേർക്കാം. ഇനി നമുക്ക് കറി അടുപ്പത്ത് വയ്ക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, സവാള, ചെറിയ ഉള്ളി ഇവ ചേർത്തൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, നമുക്ക് കുറച്ച് ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളക്കട്ടെ, എന്നിട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കഴുകിയൊക്കെ എടുത്തതാ. അയിലയുടെ ഉള്ളിൽ മുട്ട ഉണ്ടായിരുന്നു. മുട്ടയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ട് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കൊരു മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് അടപ്പൊന്ന് തുറന്ന് വെക്കാം. ചാറൊക്കെ വറ്റിയിട്ടുണ്ടോയെന്ന് നോക്കാം. ഒരു 20 മിനിറ്റോളം ഞാനിപ്പോൾ അടപ്പത്ത് വെച്ച് ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം.
ചേർത്തിട്ടുണ്ട്. ഈ ചാറൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് ഇറക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് വാങ്ങാം. അരപ്പ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. നമുക്ക് മൂടി തുറന്ന് തിളച്ചോന്ന് നോക്കാം. അതൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി വാങ്ങാം. അപ്പോൾ നമ്മുടെ അയിലയും മാങ്ങയും തേങ്ങ അരച്ച് കറി വെച്ചത് റെഡി ആയിട്ടുണ്ട്.